എല്ലാ ആത്മസുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ എൻ്റെ മൈൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഒരിക്കൽ ബുദ്ധനും ശിഷ്യന്മാരും കൂടി വളരെ ദൂരെ യാത്ര കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി വിശ്രമിക്കാനിരുന്നു. ആ സമയത്താണ് ഒരു ശിഷ്യൻ ബുദ്ധനോട് ചോദിച്ചു, ഗുരു, ചഞ്ചലപ്പെടുത്തുന്ന ചിന്തകളിൽ നിന്നും മനസ്സിനെ നമുക്ക് എങ്ങനെയാണ് നിയന്ത്രിക്കുവാൻ സാധിക്കുക? അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, ആദ്യം കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ശിഷ്യൻ വെള്ളം എടുക്കുവാനായി നദിക്കരയിലെത്തി. വെള്ളം എടുക്കാൻ നോക്കുമ്പോൾ വെള്ളമാകെ കലങ്ങി മറിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, അവിടെ സ്ത്രീകൾ തുണി അലക്കുകയും ചെയ്യുന്നു. അപ്പോൾ നല്ല വെള്ളം എടുക്കുന്നതിന് വേണ്ടി നദിയുടെ മറ്റൊരു വശത്തേക്ക് ചെന്നു. അപ്പോൾ അതാ അവിടെ കാളകളെ കുളിപ്പിക്കുന്നു. അവിടെയും വെള്ളം കലങ്ങി മറിഞ്ഞിരിക്കുന്നു. അയാൾ ബുദ്ധനോട് വെള്ളം എടുക്കാതെ തിരിച്ചു വന്ന് ബുദ്ധനോട് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോൾ ബുദ്ധൻ വീണ്ടും ആ ശിഷ്യനോട് വെള്ളം കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. ശിഷ്യൻ ഇപ്രാവശ്യം വെള്ളം എടുക്കുവാൻ പോയപ്പോൾ കുടം നിറയെ നല്ല ശുദ്ധമായ തെളിഞ്ഞ വെള്ളം എടുത്തുകൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഇത് തന്നെയാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവും. നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടുത്തുന്ന ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് കുറച്ച് സമയം കൊടുക്കുക. മനസ്സ് കലങ്ങി മറിഞ്ഞ ആ സമയങ്ങളിൽ ഒരു തീരുമാനവും എടുക്കാതിരിക്കുക. കുറച്ചു സമയം നാം കാത്തിരുന്നപ്പോൾ എങ്ങനെയാണോ ആ നദിയിലെ ജലം അഴുക്കുമാറി ജലം തെളിഞ്ഞതുപോലെ നമ്മുടെ മനസ്സും ശാന്തമാവും. പിരിമുറുക്കങ്ങൾക്ക് കാരണം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. തൻ്റെ ഉള്ളിൽ തന്നെ ശാന്തിയുടെയും നിശബ്ദതയുടെയും വലിയൊരു സാഗരമുണ്ട്. അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി മനസ്സിന് വിശ്രമം കൊടുക്കുക. മനസ്സിനെ സ്ഥിരപ്പെടുത്തുക. വീണ്ടും പൂർവാവസ്ഥയിലേക്ക് തിരികെ വരും. ഏവരുടെയും ചിന്തയ്ക്ക് വിട്ടുകൊണ്ടും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ടും സ്നേഹത്തോടെ ഞാൻ രമാ വേണുഗോപാൽ. താങ്ക് യു.